ഏവർക്കും ലോട്ടോമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് KY 50-10-45, 50-10-46, 50-10-47, 50-10-48, 50-10-49 എന്നിങ്ങനെ നമ്പറാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. നമ്മുടെ റിസൾട്ടിലേക്ക് കിടക്കാം. 1-ാം തീയതി കേരളപ്പിറവി. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. 1-ാം സമ്മാനം തിരുവനന്തപുരം തൂക്കിയിരിക്കുന്നു. 700735 എന്ന നമ്പറിനാണ് 1-ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. 2-ാം സമ്മാനം കിട്ടിയിരിക്കുന്നത് 58-61-62 കണ്ണൂരാണ് പിടിച്ചിരിക്കുന്നത്, 25 ലക്ഷം. KS 41-75-48 പാലക്കാട് 10 ലക്ഷം പിടിച്ചിരിക്കുന്നു. 4-ാം സമ്മാനത്തിലേക്ക് വരുമ്പോൾ 5000 വരുമ്പോഴത്തേന് 10-ാം നമ്മുടെ 10ൻ്റെ കളം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റെപ്പ് മാറിപ്പോയി. നമ്മളെടുത്ത് ബുക്ക് 10-49 വരെയുള്ളൂ. 10-53 5000 അയച്ചിട്ടുണ്ട്. 4 നമ്പർ വ്യത്യാസത്തിൽ 60,000 രൂപ നമ്മുടെ കണ്ണിക്കൂടെ കിളി പാറിയിരിക്കുന്നു. 2000ത്തിലേക്ക് വരുമ്പോൾ 10ൻ്റെ കളം പിടിച്ചിട്ടില്ല. 1000ത്തിലേക്ക് വരുമ്പോഴും 10ൻ്റെ കളം പിടിച്ചിട്ടില്ല. പിന്നെ 500ലേക്ക് വരുമ്പോൾ 03ൻ്റെ കളം ആർമാദിച്ച് എല്ലായിടത്തും നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ 03ൻ്റെ കളമുണ്ട്, എല്ലാവരും നോക്കിയാൽ മതി. 10ൻ്റെ കളം ഇതിലും പിടിച്ചിട്ടില്ല. 14-04, 14-05 ദൂരെ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 10ൻ്റെ കളം മാത്രം അടുത്തിട്ടില്ല. പിന്നെ 200ൻ്റെതിലേക്ക് വരുമ്പോഴും 10ൻ്റെ കളം പിടിച്ചിട്ടില്ല. 14ൻ്റെ കളം തീർത്ത് പിടിച്ചിട്ടുണ്ട്. 14-24 പിടിച്ചിട്ടുണ്ട്. 14-50, 14-65, 14-73 ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ 100ൻ്റെ കളത്തിൽ വരുമ്പോഴും 10-36 പിടിച്ചിട്ടുണ്ട്. നമ്മുടെ 10-45 പോലെയാണ് സ്റ്റാർട്ടിങ്. അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സമ്മാനമൊന്നും പിടിച്ചിട്ടില്ല. കുഴപ്പമില്ല, പിടിക്കുന്ന നമ്പർ നമുക്ക് പോരാടാം. ഇത് ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പൊട്ടനല്ല, എനിക്കറിയാം ഇത് എടുക്കുന്ന നഷ്ടമാണ്. അടിച്ചാലേ കിട്ടൂ. ഇതിൻ്റെ പേര് ലോട്ടറിയിൽ നിന്നാണെന്നും എല്ലാം നല്ല ബോധമുണ്ട്. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് വിചാരിച്ചോ. എന്തായാലും ഒരു ദിവസം നമുക്ക് അടിക്കുന്ന നമ്പർ നമ്മൾ കട്ടയ്ക്ക് പൊരുതും എന്നാണ് നമ്മുടെ ഒരിത്. എന്തായാലും ഞാൻ നിർത്തുമ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കില്ല. 100 ദിവസത്തിൽ എനിക്ക് ഒരു പക്ഷേ നഷ്ടമായിരിക്കാം. അത് ഏകദേശമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പറയാനും പറ്റില്ല. 2 ദിവസം അടിച്ചാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്തായാലും അവസാനം കണക്കുകളൊക്കെ പറയാം. അപ്പം എന്തായാലും നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം. നമ്മുടെ നാളത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 11-79-05, 79-06, 79-07, 79-08, 79-09 എന്നിങ്ങനെ 12 വെച്ചുള്ള 6 സെറ്റാണ്. 5 സെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം. ഒരു ഇടിവെട്ട് സമ്മാനം കിട്ടി. നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിന് എല്ലാം ഒരു 10,000 രൂപ വെച്ച് തരാനും പറ്റട്ടെ. അപ്പം 60,000 1-ാം സമ്മാനമോ ഏതൊരു ഒരെണ്ണം പിടിക്കട്ടെ. നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാം. അടിക്കുന്ന നമ്പർ നമുക്ക് പൊരുതാം. ഒരു ദിവസം അടിക്കും, അപ്പം നമ്മൾ ആർമാദിക്കും. അതുവരെ നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെ പോകും. നഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് തന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കണ്ട. എനിക്ക് ഓൾറെഡി അറിയാമല്ലോ ഇത് ടിക്കറ്റ് എടുത്ത് നഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പരിപാടിയില്ലേ. അപ്പം പിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല. അടിക്കുമ്പം എല്ലാവരും ഹാപ്പിയായിട്ട് സംസാരിക്കും, പോകുമ്പം എല്ലാവരും ദുഃഖപ്പെടും. അത് കൊണ്ടല്ല. 2 സമയത്ത് ഒരേപോലെ ഇരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. നമുക്ക് പൈസ അടിക്കുമ്പം നമ്മൾ നോർമലായിട്ടിരിക്കുക, നമുക്ക് പൈസ ഇല്ലാതാകുമ്പോഴും നമ്മൾ നോർമലായിട്ടിരിക്കുക. ഇതെല്ലാം പോവും, അതേപോലെ തിരിച്ചു വരും. പക്ക പൈസ പോയാൽ നമുക്ക് തിരിച്ചു വരും. നമ്മളെ പൈസ ഉണ്ടെങ്കിൽ അതേപോലെ പോവുകയും ചെയ്യും. അത് അറിഞ്ഞ് തന്നെ ജീവിക്കുക. അതാണ് പൈസ. ചക്രം, പണ്ടൊക്കെ പറഞ്ഞില്ലേ, ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ നിന്നാൽ അതിന് പേപ്പറിൻ്റെ വിലയുള്ളൂ. ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ വന്നാലാണ് പൈസയ്ക്ക് വില വരത്തുള്ളൂ. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു, വഞ്ചിപ്പെട്ടി ഇരുന്ന പോലെ ഞാൻ കൊണ്ട് കൊടുക്കുന്നു. ആ പൈസ എന്തെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വരുന്നു. വീണ്ടും നമ്മൾ ലോട്ടറി എടുക്കുന്നു, അത് കറങ്ങി വരുന്നു, വീണ്ടും തിരിഞ്ഞു. ആ പരിപാടി തന്നെ. അപ്പം പൈസ ഇല്ലാത്ത ആരും വിഷമിക്കേണ്ട. ഒരു ദിവസം നിങ്ങൾക്ക് പൈസ വരും. നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. അതേപോലെ എനിക്കും ഒരു ദിവസം പൈസ വരും. ഞാനും പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം. ഓക്കെ, ബൈ.